നമസ്കാരം. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പാർട്ടിയിൽ പദവിക്കും പത്രാസിനുമൊക്കെ വേണ്ടി പാരിതോഷികങ്ങൾ നൽകുന്ന ഒരു പ്രവണതയുണ്ട് എന്നും ഏതോ ഒരു നേതാവ് അദ്ദേഹത്തിന് 50,000 രൂപയും പെർഫ്യൂമും വസ്ത്രങ്ങളും ഒക്കെ അടങ്ങിയ സൂട്ട് കേസോ എന്തൊക്കെയോ കൊണ്ട് കൊടുത്തു. എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞു. അതിന് 50,000 രൂപ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എടുത്തകത്തോണ്ട് വയ്ക്കാനായിരിക്കും പറഞ്ഞത്. അല്ല, അതൊക്കെ ഈ സമ്മേളനത്തിൽ പറയണല്ലേ. സമ്മേളനത്തിൽ അതൊക്കെ പറയണ്ട സഹാകൾ. പക്ഷേ ജില്ലാ സമ്മേളനത്തിൽ വരുന്ന സഹാകൾ ചെറിയ സഹാകളല്ല, വലിയ സഹാകളാണ് ജില്ലാ സമ്മേളനത്തിൽ വരുന്നത്. അവരോട് മുമ്പ് ഇതൊക്കെ ഈ ഇങ്ങനെ ഒരു തള്ളേണ്ട ആവശ്യം ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ചോദിക്കുന്നത് അല്ല, അത് ശരിയാണ്. അതായത് ചേട്ടൻ ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന നേതാക്കന്മാരുടെ നമ്മൾ ഒരു ഈ പറയുന്ന CPMന്റെ നേതാക്കന്മാർ അവർ കാപ്പടരാണ്. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും അവരെ തന്നെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ കമ്മ്യൂണിസം ഇനിയും നിലനിന്ന കേരളം എന്ന് പറയുന്ന രാജ്യം പോലും ഈ ഒരു സംസ്ഥാനം പോലും ഇനി കാണൂല. കാരണം മണ്ണ് വരെ അമ്മ തോണ്ടി വരി വയ്ക്കും. ഇതിന് റോഡിൽ കിടക്കുന്ന ടാറ് വരെ എടുത്ത് വിറ്റുകളായി ചുരണ്ടി ഇളക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതായത് നമ്മൾ അത് ആലോചിച്ചാൽ മതി. കാരണം കേരളത്തിൽ തൊഴിലില്ലായ്മ എത്രയധികം വർദ്ധിച്ചു, എത്ര തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടി, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ ഏതെല്ലാം നികുതികളും പിഴകളും ഈടാക്കി അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ കൊള്ളയടിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അറിയാം. CPM ഇനിയും ഭരിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ഭരിച്ചാൽ, ഇപ്പം നമ്മളൊരു CPMന് ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാലയളവുണ്ട്. ആ കാലയളവ് കഴിഞ്ഞൊരു രാജ്യത്ത്, അതായത് നമ്മൾ ഈ നിക്കർ എന്നെ വെച്ചായിട്ട് ഞാൻ ഉദാഹരണം പറയാം. ഈ നിക്കറിൽ ഒരു ഓട്ടം വീഴുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോവും, 2 ഓട്ടം വീഴുന്നാലും പോവും. ഇത് കൂടുതൽ ഓട്ടം വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഇട്ടിട്ടൊരു കാര്യമില്ലാതാവും. അതുപോലെയാണ് എന്താണ് നമ്മൾ അതെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് വേറെ നിക്കർ വാങ്ങി. അതുപോലെയാണ് CPM. കാരണം അങ്ങനെ ഒരു നിക്കർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഏട്ടാ. അതുപോലെയാണ് CPM. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം കഴിഞ്ഞു. അപ്പോൾ ഇനിയും അത് നിന്നു കഴിഞ്ഞാൽ അത്യന്തം അപകടമാവും. അതായത് ഒരുപാട് ഓട്ടകളുള്ള ഒരു നിക്കറിടുന്നതിൻ്റെ പോലെ അപകടമാവും ഈ പറയുന്ന. എനിക്ക് പറയാനുള്ള നമ്മുടെ ഈ ജോയ് പറഞ്ഞ വിഷയം പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് പോയില്ല. അതിൽ ഞാൻ പലപ്പോഴും മറന്നു കേട്ടാ. പറഞ്ഞു വന്നത് ഈ പറയുന്ന നേതാക്കന്മാരെയൊക്കെ എടുക്കാം. പിണറായി വിജയൻ സാറിൻ്റെ മക്കൾ പഠിച്ചത് എവിടെയാണ്? ബെർമിംഗ്ഹാമിലും. മോൻ പഠിച്ചത് ബെർമിംഗ്ഹാമിൽ, മകൾ പഠിച്ചത് കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിൽ. ഇവിടെ അവന്മാർ SFI സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി 5 എണ്ണത്തിനെ വെടിവെച്ച് കൊന്നു. പിന്നെ നമ്മുടെ AK ബാലൻ്റെ മകൻ നിഖിൽ ബാലൻ പഠിച്ചത് ഓസ്ട്രേലിയയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ എന്നാണ് ഒരു ചോട്ടാ നേതാവ്, നമ്മുടെ പ്രാദേശിക നേതാവ് എറണാകുളത്തെ, അദ്ദേഹത്തിൻ്റെ മകളും പഠിച്ചത് ന്യൂയോർക്കിൽ. അവരെ വിദേശത്ത് നിന്ന് അതുപോലെ ഏതൊരു നേതാക്കളുടെ മക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന എത്ര നേതാക്കന്മാരുടെ മക്കളുണ്ട്? എല്ലാവരും പഠിക്കുന്നത് പിന്നെ എന്താണ് വലിയ ഫീസൊക്കെ കൊടുക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇത് വെറും ഒരു കപടതയാണ്. പാവപ്പെട്ട വലിയ മക്കളെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ആണെങ്കിൽ പറയട്ടെ. ഒരു KST നേതാവിന് ഒരുപാട് പേര് എനിക്കറിയാം. അതിൽ ഒരു നേതാവ് ഒരാളുടെ ഒരുപാട് അങ്ങനെ അനുഭവങ്ങളുണ്ട്. എൻ്റെ അയൽവക്കത്തുള്ള ഒരു KST നേതാവ്, KST എന്ന് പറഞ്ഞാൽ CPMന്റെ അധ്യാപക സംഘടനാ നേതാവാണ്. അയാൾ രാവിലെ അയാളെ സ്വന്തം കാറിൽ മക്കളെ ഒരു അണ്ണയുടെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് തിരിച്ച് സ്കൂളിൽ വരുന്ന സർക്കാർ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം. എന്നിട്ട് അവിടെ വന്നിട്ട് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുകയില്ല. അദ്ദേഹം പിന്നെ KST യൂണിയൻ നേതാവായിട്ടങ്ങ് നടക്കും. മനസ്സിലായില്ലേ? അപ്പം മനസ്സിലാവുമല്ലോ അവരുടെ ഈ ഇരട്ടത്താപ്പ്. നേരത്തെ സുമേഷ് പറഞ്ഞതുകൊണ്ട് അതിനോട് ചേർത്ത് എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. എനിക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. മക്കളെ കൊണ്ടുവന്ന് അണ്ണയുടെ സ്കൂളിൽ, വലിയ മാനേജ്മെൻറ്റ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഈ പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ വിപ്ലവവൽക്കരിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ഈ സർക്കാർ ജീവനക്കാരുടെ, സർക്കാർ അധ്യാപകരുടെ സംഘടനാ നേതാവായിട്ട് മാറി നടക്കുകയും ചെയ്യുന്ന നേതാവിനെ നമുക്കറിയാം CPMൽ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഒരു അവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയതിൽ ജോയി പറഞ്ഞത് മാത്രമല്ല, ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു, പാർട്ടിയെ പല നേതാക്കന്മാരും വില കൊടുത്ത് വാങ്ങിക്കുന്നു. പാർട്ടി സ്ഥാനങ്ങൾ, വലിയ നേതൃത്വങ്ങൾ, പല കമ്മിറ്റികളും ചില മുതലാളിമാരുടെ കയ്യിലാണ്. മുതലാളിമാർ അവരെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കണം. അവർക്കനുസരിച്ച് ആണ് നടന്നത്. ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന വിഭാഗീയതയുടെ 90% അങ്ങനെ മുതലാളിമാർ വെച്ച് കളിക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പിന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന ഉണ്ടായിരുന്നു എന്നാണ് ഗോവിന്ദൻ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി
സെക്രട്ടറിയാണ് പാർട്ടി സഹാക്കളോട് ഇത് പറഞ്ഞത്. വേറെ പുറത്തിറങ്ങിയ പൊതുയോഗത്തിൽ പറഞ്ഞില്ല, പാർട്ടി സഹാക്കളോട് പറഞ്ഞു. പക്ഷെ അത് പുറത്തു വന്നു. വിൽപ്പന ഉണ്ടായിരുന്നു ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ, ലഹരി ഉൽപ്പന്നങ്ങൾ ഈ വിൽപ്പന ഉണ്ടായിരുന്നു. ഒരു ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ലോറി, ഷാജഹാന്റെ അറിയാലോ, കരുനാഗപ്പള്ളിയിൽ പിടിച്ച ഷാജഹാന്റെ ലോറിയിൽ 100 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ്. 100 കോടിയോളം രൂപയുടെ 1 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത്. അയാൾ അവിടെ പിന്നെ നഗരസഭ ചെയർപേഴ്സണുമാണ്, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരിക്കലും ആദർശത്തിൻ്റെ പേരിൽ ആരും ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കില്ല. അതായത് ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ഒരു മറയായിട്ടാണ് അവരിപ്പോൾ ഈ CPM-നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു രാഷ്ട്രീയ നേതാവിനെ എടുത്ത് നോക്കൂ, CPM നേതാവിനെ എടുത്ത് നോക്കൂ, അവർക്ക് എന്തെങ്കിലും ഇത് കാണും. അതുപോലെ മാന്യമായിട്ട് ഉള്ള ആരും ഈ പാർട്ടിയിൽ നിൽക്കില്ല. അയാളുടെ ഒരു മറയായിരുന്നു അന്ന്. പിന്നെ ഒരു എന്തോ ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഇവർക്കിടയിലെ തന്നെ ഒരു ചിലപ്പോൾ ഒറ്റി കൊടുത്തതായിരിക്കും. അല്ല, ഇത്തരം മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണത്. എന്നിട്ട് ഇപ്പം വന്ന് ഇത് ആരെങ്കിലും ഒരാൾ, ആ മുതലാളിമാരിൽ ഒരു മുതലാളി പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പിന്നെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജോയിയൊക്കെ എങ്ങനെ വന്നവരാണ്, എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാവുന്നതാണ്. ജോയിക്കൊക്കെ ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷന് മത്സരിക്കാൻ എത്ര കോടി രൂപ ചിലവായി എന്നുള്ളതും ഇതെവിടെ നിന്ന് വന്നു എന്നുള്ളതും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ജോയി ഈ പറയുന്നതിലൊക്കെ ഒന്നുമില്ല, പൊള്ളത്തരം മാത്രമാണുള്ളതെന്ന് ഈ പറയുന്നത്. പക്ഷേ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ നമ്മളൊരു കട, അതും കൂടെ ഞാൻ പറയാം. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കട ഉദ്ഘാടനം. അപ്പോൾ ഉദ്ഘാടനത്തിന് സുഹൃത്തിൻ്റെ സുഹൃത്താണ്. എനിക്ക് ആ കട മുതലാളിയായിട്ട് വലിയ ബന്ധമില്ല. സുഹൃത്തിൻ്റെ ഒരു പിന്നെ അപ്പോൾ അവൻ വിളിച്ച് ഞാൻ കൂടെ പോയി. അപ്പോൾ ഉദ്ഘാടനത്തിൽ അവിടെ ചെന്നു, പിന്നെ ലഡുവൊക്കെ തന്നു. അവിടെയൊക്കെ കയറി കടയൊക്കെ ഞാനും കണ്ടു. എല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു ഇന്നോവ ക്രിസ്റ്റ, അടിപൊളി ഒരു ഇന്നോവ ക്രിസ്റ്റ വന്നങ്ങ് നിൽക്കുന്നു കടയുടെ മുമ്പ്. എന്നിട്ട് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. ബാക്ക് സീറ്റിൽ ഞാൻ ഞെളിഞ്ഞ് കിടക്കുകയായിരുന്നു. നല്ല കൊള്ളിയായ ഷർട്ടൊക്കെ ഇട്ട് ഏതോ വലിയൊരു പ്രമാണിയെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അയാൾ വന്ന് കയറി. അപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ ഒന്ന് അനക്കമായി, ഒരു ചലനമായി. അപ്പോൾ വിചാരിച്ച് ഇയാൾ ഏതോ ഒരു വലിയ VIP ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് പേര് അയാളെ കൂടെ ചൂടുന്നു. അയാളെയും കൊണ്ട് അകത്തോട്ട് പോകുന്നു. ഈ കട മുതലാളിയെ കാണിക്കുന്നു, കടയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അവിടെ നിന്ന് അയാൾ എന്തോ ലഡ്ഡു കൊടുക്കുന്നു. അത് കുറച്ച് നുള്ളി എടുത്ത് കഴിച്ചു എന്ന് വരുത്താൻ വേണ്ടി. എന്നിട്ട് തിരിച്ച് ഇറങ്ങി പോകുന്നു. ഈ കുറേ പേര് മുതലാളി കൂടെ ഇറങ്ങി വരുന്നു. കുറേ പേര് കൂടെ വന്നു. ഇയാൾ കാറിൽ കയറിപ്പോയി. അപ്പോഴാണ് എനിക്ക് ആരോ ഒരു വലിയ പ്രമുഖ വ്യക്തിയാണെന്ന് തോന്നുന്നത്. അപ്പോഴാണ് പറഞ്ഞ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് അയാളെന്ന്. സത്യം, എൻ്റെ അനുഭവമാണത്, ഞാൻ കണ്ടതാണ്. ഞാൻ അന്തം വിട്ടുപോയി. ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, വേറെ ആരുമല്ല, ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് വന്നിട്ട് പോയത്. CPM-ന് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇതാണ് CPM എന്ന് പറയുന്നത്. എന്നിട്ട് മുതലാളിമാർക്ക് ഞങ്ങൾക്ക് പണം വെച്ച് നീട്ടിയെന്നും ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞത് ആരെ പറ്റിക്കാനാണെന്ന് മനസ്സിലാവുന്നത്. സഹാക്കളെ വിശ്വസിക്കാൻ പറ്റുമായിരിക്കും, സഹാക്കൾ അങ്ങനെ വിശ്വസിക്കുമായിരിക്കും. പാർട്ടി ഈ പറഞ്ഞതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയും ദിവസം വേണ്ടിയില്ലല്ലോ ഇത്. ഇപ്പോൾ മറ്റേ ഈ ആരാണ് കൊണ്ട് ചെന്നത് എന്ന് ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പറയണ്ട കേട്ടാ. അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാനത് വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകുന്നതാണ് പറഞ്ഞത്. അതായത് ഇപ്പം ചെല്ലുമ്പം നമ്മളിപ്പോൾ ഹാളിലായിരിക്കും അദ്ദേഹം ഇരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഓഫീസ് മുറിയിലായിരിക്കും. അപ്പോൾ ഇത് ആരും കാണണ്ട, അടുത്ത് വന്നവർ കാണണ്ട എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നത് അകത്തോട്ട് എടുത്തോണ്ട് പോകാനായിരിക്കും പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു. എന്തായാലും ഇത് പാർട്ടി സമ്മേളനങ്ങൾ മുഴുവനും ഞാൻ പറയില്ലേ, കൺട്രോൾ കിട്ടാത്ത അവസ്ഥയിലാണ് പാർട്ടി പോകുന്നത്. ബാക്കി കാര്യങ്ങൾ സുമേഷ് പറഞ്ഞു. അല്ല, അതാണ് ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് പാർട്ടിയെന്ന് ഞാൻ ഒരിക്കലും ഇതിനെ വിളിക്കില്ല. അപ്പോൾ അതിന് പാർട്ടിയിൽ നിന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരു പിടിച്ചു നിൽക്കാനുള്ള എല്ലാ വഴികളും നോക്കി. ആ വഴികളൊന്നും എല്ലാം പരാജയപ്പെട്ടു വന്നു. കാരണം മാധ്യമങ്ങൾ പോലും ഇപ്പോൾ തിരിഞ്ഞൊരവസ്ഥയാണ്. പക്ഷേ മുൻനിര മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തു കഴിഞ്ഞു. മുൻനിര മാധ്യമങ്ങളിൽ ഏത് മാധ്യമങ്ങളിലാണ് വാർത്ത വരുന്നത്? വാർത്ത വരില്ല. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ, അല്ലാതെ കുറേ എണ്ണമുണ്ട്. ഏതെങ്കിലും ഒരുത്തേക്ക് വയറ്റിയെണ്ണി ഉണ്ടെങ്കിൽ നേരെ അവിടെ മൊബൈൽ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്ന, അതായത് നമ്മൾ ഈ നാട്ടിലെ ഒരു പൗരനാണ്, നമുക്കിനി ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ജീവിക്കണം, തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന് കരുതി പോകുന്ന കുറച്ച് മാധ്യമങ്ങൾ, വിരലിലെണ്ണാവുന്ന ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇവരെയൊക്കെ വേട്ടയാടുന്നതൊക്കെ കാണുന്നത് നമ്മളൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വായിട്ടലയ്ക്കുമ്പോൾ കുറേ തവണ പറയുമ്പോൾ ഒരാളിൻ്റെ തലച്ചോറിലൊരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
അത് പ്രശ്നം. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളെ കൊന്നു ഒഴിച്ചുകൂടി ഉപ്പ് കിട്ടേനെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ പോകുന്നത്, കേസെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ 33 കൊല്ലത്തെ പശ്ചിമ ബംഗാളിലെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതേ രീതിയിലുള്ള പ്രവർത്തനമാണ് അവരവിടെ നടത്തിയത്. എന്ന് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര മുതിർന്ന നേതാക്കളും അവർ ഒരു ആവശ്യമില്ലാതെ കഴിഞ്ഞാൽ ആവശ്യമില്ല അവരെ ചവിട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജി സുധാകരൻ. ജി സുധാകരൻ എങ്ങനെയൊക്കെയാണ്, അദ്ദേഹത്തിന് ഈ കവിത എഴുതുന്ന ചെറിയൊരു രോഗമുണ്ട്. ആ ഒരു രോഗം അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം അഴിമതിയില്ലാത്തൊരു നേതാവാണ്. അഴിമതിയില്ലാത്തൊരു നേതാവാണ്. അദ്ദേഹത്തെ പോലും ഇപ്പോൾ ചവിട്ടിക്കളഞ്ഞ അവസ്ഥയിലാണ്. കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ ആരായിരുന്നു എന്നറിയാം. പിണറായി സാറിനോടൊപ്പം എത്രയോ കൊല്ലം, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച പാർട്ടി സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന പിണറായി വിജയൻ സാറിൻ്റെ വലം കൈയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിൽ വയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം പോലും നടപ്പിലാക്കാൻ പാർട്ടി നേതാക്കളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കറിവേപ്പില. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ പിണറായി വിജയൻ സാറുണ്ട്, സാറും ഈ കെ ബാലൻ സാറ് അങ്ങനെയുള്ള ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ളൊരു അടുത്ത തലമുറ വരുന്നുണ്ട്. അതായത് PM മാർഷോ, ചിന്താ ജെറോ, പിന്നെ റഹീമൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്, എന്നാലും കാണും, അവിടെയൊക്കെ കാണും. PM മാർഷോ, ചിന്താ ജെറോ, മറ്റേ ഹസൻ മുബാറക്ക്, നിധിൻ പുല്ലൻ, മറ്റേ ജീപ്പ് തല്ലി തകർത്ത നിധിൻ പുല്ലൻ, പിന്നെ അതുപോലെയുള്ള കുറേ ആൾക്കാർ, പിന്നെന്തോ ഇപ്പോൾ SFIയുടെ നേതാക്കൾ, പിന്നെ സംസ്ഥാന നേതാക്കൾ, ഇവരൊക്കെ ഇനി ഇപ്പോഴും ഉണ്ട്. ഇവരാണ് അടുത്ത തലമുറ. ഇവരൊക്കെ ഒരു MLA മാരും, ആര്യ രാജേന്ദ്രൻ. അപ്പോൾ ഇവരൊക്കെ അടുത്ത് MLAയോ മന്ത്രിമാരോ ഒക്കെ ആയാലുള്ള ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പാർട്ടി നേതൃത്വം, പാർട്ടി ഭരിക്കാൻ പോകുന്നതിന് അവരല്ലേ, അവരൊക്കെ പാർട്ടി സെക്രട്ടറി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പിണറായി വിജയൻ സാറൊക്കെ ഈ ഒരു രീതിയാണ്. ഇനിയിപ്പോൾ ഈ വരുന്നവർ, അതായത് ഒരു ബസ്സിനെ പോലും തടഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരുത്തൻ്റെ ജോലിയും കളഞ്ഞ് എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചതാണ്. അവരൊക്കെ ഈ രീതിയിലാകാമെങ്കിൽ അവരൊക്കെ ഒരു MLAയോ മന്ത്രിയോ ഒക്കെ ആകുമ്പോഴുള്ള അവസ്ഥ, ഒരു അഗ്നിപർവ്വതം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാം, ഒരു ചാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രളയം വന്നാലും കുഴപ്പമില്ല, ഒലിച്ചു പോകും, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ചാവും. ഇതങ്ങനെയാണോ? അതിലും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ നാട് എത്തും എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും വലിയ സങ്കടമല്ല, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് എന്തായിരുന്നാലും കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കും. ഇടയ്ക്കിടയ്ക്ക് അവർ തീരുമാനിക്കട്ടെ. അടുത്തിനിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്, തീരുമാനിക്കട്ടെ. കിറ്റ് വാങ്ങി നക്കിയിട്ട് വോട്ട് കുത്താതെ അവർ തീരുമാനിച്ചു നോക്കട്ടെ.